ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങളുമായി NTA തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. MS വീണയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. വാഗ്ദാനങ്ങളുടെ മാർഗരേഖയല്ല പുറത്തുവിട്ടതെന്നും ഇതുവരെ കാണാത്ത വികസനമാകും യാഥാർത്ഥ്യമാവുകയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഭരണം ലഭിച്ചാൽ പ്രകടന പത്രിക നടപ്പിലാക്കുക തന്നെ ചെയ്യും. നിക്ഷേപ തൊഴിൽ വിപ്ലവം കൊണ്ടുവരുമെന്നും ഭരണശൈലിയിൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ശബരിമലയിൽ തന്നെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുമെന്നും ശബരിമല കൊള്ളക്കാരെ പിടികൂടി ജയിലിൽ അടയ്ക്കുക തന്നെ ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു വാഗ്ദാനം, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ ഒരു വിഷൻ, മാനുഫാക്ചറിംഗ്, ടെക്നോളജി, ടൂറിസം, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസിംഗ്. ഈ മാനുഫാക്ചറിംഗിൽ ഇലക്ട്രോണിക്സും ഫാർമയും, ടെക്നോളജി, ടൂറിസം ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്, ഈ 4 ഏരിയയിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ജോബ് റെവല്യൂഷൻ. ഇവിടെ CPM-കാര് റെവല്യൂഷൻ പറഞ്ഞു നടക്കുമ്പോൾ BJP NDA ആഗ്രഹിക്കുന്നത് ഒരു ജോബ് റെവല്യൂഷൻ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ജോബ് റെവല്യൂഷൻ കൊണ്ടുവരാനാണ്. രാഹുൽ ഗാന്ധിജി പറഞ്ഞു BJP ശബരിമല ഇഷ്യൂവിനെ ഉയർത്തിപ്പിടിക്കുന്നില്ല. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഇത് നരേന്ദ്രമോദിജി കൊച്ചിയിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ കൊള്ളക്കാരാരാണെങ്കിലും, അവര് പ്രോത്സാഹിപ്പിച്ച ആരാണെങ്കിലും അവരെ CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിൽ അയക്കുമെന്ന് മോദിജിന്റെ ഗ്യാരണ്ടിയാണ്. അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലും മാർഗരേഖയിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.